ഹായ്, ഇന്ന് ഡേ 21 ആണ്. രാവിലെ തന്നെ നമ്മൾ പഞ്ചിങ് ബാഗ് ഓർഡർ ചെയ്തത് മേടിക്കാൻ പോയിരുന്നു. അത് മേടിച്ച് അതിൻ്റെ കൂടെ ചായ കുടിച്ചു. ദെൻ നമ്മൾ ഫസ്റ്റ് 1000 പഞ്ചസ് നമ്മൾ വീട്ടിൽ തന്നെ ഹുക്ക് ചെയ്തിട്ടിരുന്ന ഇത് പഞ്ചിങ് ബാഗ്. അപ്പോൾ അതിൽ നമ്മൾ 1000 പഞ്ചസ് ഇടിച്ചു. ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്കതിനകത്ത് ഇടിക്കാൻ ഒരു ഗുമ്മ് തോന്നി. ഇനി അത് നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പിന്നീട് കണ്ടറിയാം. ബട്ട് നല്ല റേറ്റ് കുറവായിരുന്നു. 5000 രൂപയായുള്ളൂ ബാഗിന്. അപ്പം ബാഗ് ഒരു 60 kg ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി കണ്ടിട്ട് ഓക്കെയാണ്, ഇടിച്ചപ്പോഴും ഓക്കെയാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്തായാലും നമ്മളത് ഫസ്റ്റ് 1000 പഞ്ച് ഈ ബാഗിൽ തന്നെ ഇടിച്ച്. ഈ ബാഗിൽ ഇടിച്ചപ്പോൾ ഒരു രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പഴയ ബാഗ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കുമല്ലേ. ഞാൻ ഒരു ചെറിയ ബാഗായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇടിക്കുമ്പോൾ ഞാൻ അത്ര ബലം കൊടുത്ത് ഇടിക്കാറില്ല. ബട്ട് ഇപ്പോഴും അതൊക്കെ തന്നെ, ഇപ്പോഴും ഫുൾ പവർ ഇട്ട് ഇടിക്കാൻ എനിക്ക് ആയിട്ടില്ല. അത്ര എൻഡൂറൻസ് ലെവലിൽ കയറിയിട്ടില്ല. ബട്ട് നമ്മൾ 100 days ചലഞ്ചിനകത്ത് നമ്മൾ മാക്സിമം അത് നമ്മൾ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇടിക്കുന്ന ഒരു പവറും സ്പീഡും എൻ്റെ 100 days ഇടിക്കുന്ന പവർ സ്പീഡും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം ഹെവി ബാഗ് വന്ന് ഇനി അത് ഞാൻ അങ്ങോട്ട് ഇടിച്ചാൽ മതി. എല്ലാം ദൈവം സഹായിച്ച് വന്ന് ഇനി അങ്ങോട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോഴും ഇടിക്കുമ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എൻ്റെ ബാഗ് ഗ്ലൗ ആയിരുന്നില്ല. ഈ ഗ്ലൗ സ്പാറിങ് ഗ്ലൗ ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലൗ ഇടിച്ച് കൂടുതൽ നശിപ്പിക്കേണ്ടെന്നും കൂടി ഉണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ഈ ചലഞ്ചിനകത്ത് 1000 പഞ്ചസ് എന്നുള്ളത് ബാഗിൽ മാത്രം ഇടിക്കുക എന്നല്ല, 1000 പഞ്ചസ് എന്നേ ഉള്ളൂ. അത് ഷാഡോ ബോക്സിങ് അല്ലെങ്കിൽ പഞ്ചിങ് പാഡ്, പഞ്ചിങ് ബാഗ്, എന്തെങ്കിലും 1000 പഞ്ചസ് എന്ന് മാത്രമേ ഞാൻ എൻ്റെ ചലഞ്ചിനകത്തുള്ളൂ. അപ്പോൾ അത് ഞാനത് മിക്കപ്പോഴും ഞാനത് എടുത്തെടുത്ത് പറയുന്നത്, അത് ആരും ഒരു ഡൗട്ട് അടിക്കണ്ട എന്ന് കരുതി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗ് പഞ്ചിങ് എല്ലാം അത്യാവശ്യം സ്പീഡിൽ ഓടിച്ച് വിട്ടത്. ഇതെല്ലാം കൂടി നമ്മൾ 10 minutesനകത്ത് നിൽക്കണ്ടേ, അതുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കൗണ്ട് നമ്മൾ ഇടിക്കുന്നുണ്ടോ, ജെനുവിനാണോ എന്നും കൂടിയൊക്കെ അറിയാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഇത്രയെങ്കിലൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 1000 പഞ്ചസ് നമ്മൾ ഇതിനകത്ത് ഇടിച്ചു. ബാഗ് ഓവറോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഹെവി ബാഗായിരുന്നു. അപ്പം ഈ റേറ്റിന് നമുക്ക് കിട്ടിയ ലാഭമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്നോ ഇല്ലയെന്ന് നമുക്ക് യൂസ് ചെയ്ത് തന്നെ അറിയാൻ പറ്റും. ഇത് ഒരു ഷെഡ് ഭാഗമാണ്, അവിടെയാണ് ഞാൻ ബാഗ് തൂക്കിയിടുന്നത്. അപ്പോൾ ഇവിടെ അടുക്കള കണക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ മിക്കപ്പോഴും നമ്മൾ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാറില്ല, സംടൈംസേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഗ്യാസ് അടുപ്പാണല്ലോ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിനകത്ത് തന്നെയാണ് മിക്കപ്പോഴും പാചകം ചെയ്യാറുള്ളത്. ഇത് വീടിന് വെളിയിലുള്ള ഷെഡ് മാതിരിയുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സംടൈംസാണ് ഈ അടുപ്പ് കത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഫുള്ള് ഈ ഒരു കളർഫുള്ളായിട്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ 1000 പഞ്ചസ് അടിപൊളിയായിട്ട് അതിനകത്ത് ഇടിച്ചു. ഫുൾ പവറായിട്ടില്ലെങ്കിലും ലാസ്റ്റ് 100 നമ്മൾ അത്യാവശ്യം പവർ ഇട്ട് തന്നെ ഇടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം നമ്മുടെ റിസൾട്ട് എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ആവുന്നു എന്നൊക്കെ കണ്ടറിയാം. അങ്ങനെ ഫസ്റ്റ് 1000 പഞ്ചസ് നമ്മൾ ഈ ബാഗിൽ തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതിലടിക്കാൻ സന്തോഷം തന്നെയാണ്. കാരണം പഴയ ബാഗ് തമ്മിൽ കമ്പാരിസൺ നടത്തിയാൽ ഇതിന് വെയിറ്റ് ഉണ്ട്, മറ്റേ വെയിറ്റ് ഇല്ല. അപ്പം കൊള്ളാം. കൗണ്ട് കിട്ടാവോ? കൗണ്ട് തെറ്റില്ലേ? എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് പേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കാനും നല്ല ഫുഡ് ഇൻടേക്ക് ആയാലും എല്ലാം പ്രോപ്പറായിട്ട് നോക്കുക. കാരണം നമുക്ക് 100 days കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ ഇഞ്ചുറി ആക്കരുത്. എന്നാലും നമ്മൾ 100 days അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മസിൽ എൻഡുറൻസ് ആണ്. നമുക്ക് അത് പലർക്കും പല ഡൗട്ടാണ്. ഹൈപ്പർട്രോഫി ഇച്ചിരി മസിൽ ഇത് ആവുന്നില്ലല്ലോ, കുറച്ചുകൂടി ബൾക്ക് ആവുന്നില്ലല്ലോ, പഴയ കണക്ക് തന്നെ നിൽക്കുന്നല്ലോ എന്നൊക്കെ ഡൗട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഇതിൻ്റെ മെയിൻ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ എൻഡുറൻസ് ആണ്. നമുക്ക് എത്ര ഇപ്പോൾ ഒരു 50 പുഷപ്സ് ആണ് നമ്മൾ ഒറ്റ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 100 days ആകുമ്പോൾ മസ്റ്റായിട്ട് ഉറപ്പായിട്ട് 100 പുഷപ്സ് ആവും 1 സെറ്റിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. എന്തായാലും നമ്മൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാം. നിങ്ങൾ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് 100 days ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടറിയാം. ലാസ്റ്റ് 100 ആണ്.
ലാസ്റ്റ് 100 മാത്രം ഇത്തിരി പവറിലിരിച്ച്. എന്തായാലും കുറച്ച് കാർഡിയോ വർക്കൗട്ട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കോമ്പറ്റീഷൻ 1-2 മാസത്തിനുള്ളിൽ വരുന്നുണ്ട്. അപ്പം ബോക്സിങ് വർക്കൗട്ട് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. ബട്ട് കോമ്പറ്റീഷൻ ടൈമിൽ കുറേ കൂടി നമ്മൾ ആക്റ്റീവായി കാർഡിയോ വർക്കൗട്ട് ചെയ്ത് കുറച്ചുകൂടി സെറ്റായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു. ബോക്സിങ് വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ നല്ല സമയം ചീത്ത സമയം എന്നൊന്നുമില്ല. എല്ലാം നമ്മുടെ സമയമാണ്. അതിനെ നല്ലതാക്കി എടുക്കുക. സ്റ്റേ ഫിറ്റ്. നമ്മുടെ ബാഗ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് നേരെ വർക്കിന് പോയി അവിടെ അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്ത്, എല്ലാം നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ്. ദെൻ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് ചെയ്തു. സ്പീഡ് പിടിച്ചില്ലേ ഇത്രയും ടൈം എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതും ഞാൻ ഇതിൻ്റെ എഡിറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് എങ്ങനെ ഇൻട്രസ്റ്റ് ആക്കാം എന്ന് എനിക്ക് അറിയില്ല, ബട്ട് അത് പഠിക്കണം. ദെൻ തേർഡ് സെറ്റ് പുള്ളപ്സാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ജെന്യുവനാണ് എന്ന് കാണിക്കാനാണ് മെയിൻ ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഫുള്ള് നമ്മളത് കൗണ്ട് ചെയ്യാം. ഇത്തിരി സ്ലോ ആക്കി നോക്കിയാൽ കൗണ്ട് ചെയ്യാം. ദെൻ ഫോർത്ത് സെറ്റ് പുള്ളപ്സാണ് നമ്മൾ ചെയ്യുന്നത്. പുള്ളപ്സ് അങ്ങനെ ടോട്ടൽ 80 ആയി. നമ്മൾ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും ഇവിടെ തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സായി. അങ്ങനെ പുള്ളപ്സ് നമ്മൾ ഫുൾ സെറ്റ് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് 100 പുള്ളപ്സ് ഫിനിഷ്. അടുത്ത നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. അത് ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ്ബ് കടവന്ത്ര അവിടെ ചെന്നതിന് ശേഷമാണ് ചെയ്തത്. അത് പേഴ്സണൽ ട്രെയിനിങ് വർക്കിൻ്റെ ഇടയിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്ലയൻറ്റ് ആൾ എന്നെ ഫുള്ള് സപ്പോർട്ടാണ്. സനു വർക്കൗട്ട് ചെയ്യ് എന്നെ ഫുള്ള് ആളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഫുള്ള് സപ്പോർട്ടിലാണ്. അതാണ് ഞാൻ വർക്കൗട്ട് ഇടയ്ക്ക് ചെയ്യുന്നത്. ക്ലയൻറ്റിന് വർക്കൗട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇടയ്ക്ക് പുഷപ്സ് ആയാലും നമ്മുടെ സെറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സോടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അടുത്ത നമ്മുടെ സെക്കൻഡ് സെറ്റ് പുഷപ്സ് ആണ്. സെക്കൻഡ് സെറ്റ് പുഷപ്സും നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു തന്ന ഇതാണ്, ചില ക്ലയൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു തീം അതാണ്. കാരണം നമ്മൾ ക്ലയൻസിനെയാണ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട അവരുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്യിപ്പിക്കും. പേഴ്സണൽ ട്രെയിനിങ് ആണ്. അപ്പോൾ അവരെ കൂടെ നിന്നാണ് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്. ബട്ട് ചില ടൈമിൽ നമുക്ക് വർക്കൗട്ട് കൂടെ ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പ്ലസ് അല്ലാത്ത ടൈമിൽ മോർണിംഗ് ടൈമൊക്കെ നമുക്ക് വർക്കുണ്ട്. ആ ടൈമിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ എടുക്കണം എന്നൊക്കെയുള്ള പ്ലാനുണ്ട്. നടക്കുന്നില്ല. രാവിലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് വർക്കിന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ തേർഡ് സെറ്റ് പുഷപ്സും നമ്മൾ വീട്ടിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഫോർത്ത് സെറ്റാണ്. ഫോർത്ത് സെറ്റും പുഷപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫോർത്ത് സെറ്റ് പുഷപ്സ് അങ്ങനെ ഫിനിഷ് ചെയ്ത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സാണ്. ലാസ്റ്റ് സെറ്റ് പുഷപ്സും നമ്മൾ അങ്ങനെ തന്നെ അവിടെ തന്നെ അതേ സ്പീഡിൽ തന്നെ ചെയ്ത് തീർത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പം ചിലർക്ക് ഡൗട്ടുണ്ട്, ഫുൾ എക്സ്റ്റൻഷൻ നമ്മൾ ഫുള്ള് ഇതിൽ പുഷപ്സ് വരുന്നില്ലല്ലോ. സംടൈംസ് വരുന്നുണ്ട്, സംടൈംസ് ഹാഫൊക്കെ തന്നെ വരുന്നുള്ളൂ. ഇതൊക്കെ ശരിയാണ്. ബട്ട് എന്നിരുന്നാലും ഞാൻ 500 തികയ്ക്കുക, എനിക്കത് റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളത് സ്ലോ മോഷനിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഏകദേശം
ഒരു 3/4% മേളിൽ ഞാൻ എന്തായാലും പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സംടൈംസ് ചില സമയത്ത് ഹാഫായിട്ട് തന്നെ തോന്നും. Save it.